ഇമ്പാക്ട് സബ് എന്നാൽ ശുഭൻ ദൂബയെ പോലെ ആയിരിക്കണം. ഇമ്പാക്ട് സബ് എന്ന രീതിയിൽ അദ്ദേഹം ഈ ടീമിലേക്ക് എത്തുകയും രാജസ്ഥാൻ റോയൽസ് അതായത് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ റിക്വയർഡ് റൺ റേറ്റ് 12 എന്ന നിലയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ക്രീസിലേക്ക് എത്തുകയും 12 പന്തിൽ 31 റൺസ് നേടിക്കൊണ്ട് ടീമിനെ വിജയ വഴിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിന് മുമ്പത്തെ മത്സരത്തിലും അദ്ദേഹം 11 പന്തിൽ 19 നോട്ട് ഔട്ട് എന്ന ക്യാമിയോ എടുത്തുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു. ഈ മത്സരത്തിൽ പഞ്ചാബിനെ അതായത് അജയ്യരായി കുതിച്ചുകൊണ്ടിരുന്ന ഈ ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ പോലും തോൽക്കാതിരുന്ന ശ്രേയസ് അയ്യരുടെ ടീമിനെ തോൽപ്പിക്കുന്നതിൽ രാജസ്ഥാന് വേണ്ടി നിർണായക പങ്കുവഹിച്ചത് ശുഭൻ ദൂബയുടെ ഇന്നിംഗ്സ് ആണ്. നമുക്കറിയാം ശിവൻ ദൂബെ, നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ്. ശുഭൻ ദൂബെ രണ്ടും ഏതാണ്ട് പേരിൽ സാമ്യമുള്ള താരങ്ങളാണ് ശുഭം ദൂബെമാർ. പക്ഷേ ഈ ഐ പി എല്ലിലേക്ക് നോക്കുമ്പോൾ ശിവൻ ദൂബെ പതറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി വേണ്ടത്ര ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സുകളൊന്നും അദ്ദേഹത്തിന് ഇതുവരെയും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറുവശത്ത് വെറും 2 ഇന്നിംഗ്സുകൾ രാജസ്ഥാന് വേണ്ടി ശുഭൻ ദൂബെ ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സുകൾ കളിച്ചുകൊണ്ട് ഏതാണ്ട് 2 ഇന്നിംഗ്സുകൾ കൊണ്ട് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഡൊണോവൻ ഫെരേരയും അതുപോലെ തന്നെ ശുഭൻ ദൂബെയും അവസാന നിമിഷങ്ങളിൽ രാജസ്ഥാനെ വിജയ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എന്താണ് രാജസ്ഥാന്റെ വിജയ കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. പഞ്ചാബിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ മാർക്കസ് സ്റ്റോയിൻസും അതുപോലെ തന്നെ പ്രിയാൻഷ് ആര്യയും ഒഴിച്ച് മറ്റുള്ളവരൊക്കെയും പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാറ്റിംഗിൽ പ്രഭ്സിമ്രാൻ അർദ്ധശതകം തികച്ചെങ്കിലും ആ ഇന്നിങ്സ് കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ ഒരു ഫ്ലോ ഉള്ള ഇന്നിങ്സ് ആയിരുന്നില്ല. അതുപോലെ ശ്രേയസ് അയ്യരുടെ ബാറ്റിങ്ങും വേണ്ട വിധത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച വിധത്തിൽ ശബ്ദിച്ചില്ല ഈ മത്സരത്തിൽ. എങ്കിലും അവസാന ഓവറുകളിലെ സ്റ്റോയിൻസിന്റെ വെടിക്കെട്ടോടുകൂടി 222 റൺസ് എന്ന മികച്ച ടോട്ടലിലേക്ക് പഞ്ചാബ് എത്തുന്നു. ആ സമയത്ത് പഞ്ചാബിന്റെ ജയം, അതായത് തുടർച്ചയായി മറ്റൊരു ജയം കൂടി പഞ്ചാബ് നേടുമെന്ന് കരുതിയ സമയമായിരുന്നു. എങ്കിൽ കൂടിയും മറുവശത്ത് നമുക്കറിയാം ചേസിങ്ങിന് ഇറങ്ങിയപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന ലിറ്റിൽ കിഡ് അല്ലെങ്കിൽ വണ്ടർ കിഡ് അദ്ദേഹം അത്ഭുതങ്ങൾ കാണിക്കുമെന്ന ഉള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. വൈഭവ് സൂര്യവംശി തുടക്കത്തിൽ തന്നെ അടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും പതിവ് പോലെ ആഞ്ഞടിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ രാജസ്ഥാന്റെ സ്കോർ അതിവേഗം മുന്നോട്ട് കുതിക്കുകയായിരുന്നു. എങ്കിലും ഒരറ്റത്ത് യശസ്വി ജയ്സ്വാൾ പിടിച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ജയ്സ്വാൾ കൂടി വീണതോടെ നമുക്കറിയാം ആ സമയത്ത് ഒരറ്റത്ത് നിന്നും ധ്രുവ് ജുറേൽ അദ്ദേഹം മന്ദഗതിയിലുള്ള ഒരു ഇന്നിംഗ്സാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. പതിവ് പോലെ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതിനിടെ റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ കൂടി പുറത്തായതോടെ ഈ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും പഞ്ചാബിനുണ്ടായിരുന്നു. അവിടെയാണ് ആ സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഫെരേരയും അതുപോലെ തന്നെ ശുഭൻ ദൂബെയും ആഞ്ഞടിച്ചുകൊണ്ട് രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ബോളർമാരായ അർഷദീപ് സിംഗും അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസനും അവർ രണ്ടുപേരും ഫോമില്ലാതെ നിന്നതാണ് പഞ്ചാബിൻ്റെ ഈ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും വിഭിന്നമായി അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് കൂട്ടാനുള്ള തീരുമാനമാണ് പ്രധാനമായും ഈ വിജയത്തിന് കാരണമായത്. അവർ ഫോമിലല്ലാത്ത ഹെറ്റ്മേറെ പോലുള്ള താരത്തെ മാറ്റി നിർത്തുന്നു, അതിനൊപ്പം ഫെറേരയിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ രാജസ്ഥാന്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു ജുറേൽ ഹെറ്റ്മേർ സഖ്യത്തിന്റെ അവരായിരുന്നു ആ സമയത്ത് ഫിനിഷർമാരായി ഉണ്ടായിരുന്നത്. അവർക്ക് പല മത്സരങ്ങളും വേണ്ട വിധത്തിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ സീസണിൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫെരേര ശുഭൻ ദൂബെ കൂട്ടുകെട്ട് കൃത്യമായും ഫിനിഷർ എന്ന റോൾ നിർവഹിക്കുകയും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ശുഭൻ ദൂബെ ഇമ്പാക്ട് പ്ലെയറായി ഇറക്കിയ സമയവും കൃത്യമായിരുന്നു. അദ്ദേഹം നമുക്കറിയാം ഒരു സമയത്ത് വലിയ ഹിറ്റർ എന്ന രീതിയിൽ തന്നെ IPL വരവറിയിച്ച താരമാണ്. പക്ഷേ വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പല ടീമുകൾക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ രാജസ്ഥാൻ ഈ മത്സരത്തിൽ ഫെറേരയെ ഇറക്കിയ ആ ഒരു പൊസിഷൻ, അതിനുശേഷം നമുക്കറിയാം രവീന്ദ്ര ജഡേജ എന്ന വെറ്ററൻ താരം അവിടെ ഉണ്ടായിരുന്നു, കൂറ്റനടിക്ക് പേര് കേട്ട താരമാണ്. അതുപോലെ ദസുൻ ഷനക എന്ന ശ്രീലങ്കയുടെ നായകനും അദ്ദേഹവും കൂറ്റനടിക്ക് പേര് കേട്ട താരമാണ്. പക്ഷേ അവർക്കൊക്കെയും മുമ്പ് ഇദ്ദേഹത്തെ ശുഭൻ ദൂബയെ ഇറക്കിയ ആ ഒരു പൊസിഷൻ, ആ ഒരു തീരുമാനം കൃത്യമായും ഒരു പൊന്നായി മാറുന്ന കാഴ്ചയാണ് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഉണ്ടായത്. രാജസ്ഥാന്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹത്തിന്റെ ഈ ബാറ്റിംഗ് പൊസിഷൻ കൃത്യമായി നിർണ്ണയിച്ചു എന്നുള്ളതാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി, ഒരുപാട് മത്സരങ്ങൾ വിജയത്തിന് ശേഷം അവർക്കൊരു തോൽവി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ വെടിക്കോപ്പുകൾ ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി കുറ്റമുറ്റതാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനകം തന്നെ 6 വിജയങ്ങൾ നേടിക്കഴിഞ്ഞു. 6 വിജയങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ടീമാണ്. പുതിയ ടീം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ ആയിരുന്നു അവരുടെ നായകൻ. സഞ്ജു ഈ വർഷം ചെന്നൈയിലേക്ക് മാറുന്നു. റിയാൻ പരാഗ് എന്ന പുതിയ നായകൻ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന് പകരം കുമാർ സംഗക്കാര എന്ന പഴയ കോച്ച് വീണ്ടും തിരിച്ചെത്തുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പുതിയ ടീമായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അവർ 6 വിജയങ്ങൾ ഇതിനകം തന്നെ നേടിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ സജീവമായി നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം അവർക്ക് വലിയൊരു ബൂസ്റ്റാണ്. അതിനൊപ്പം തന്നെ ഈ ടീമിനും കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്.
കാരണം അവർ തോൽപ്പിച്ചത് പഞ്ചാബിനെയാണ്, ശ്രേയസ് അയ്യരുടെ പഞ്ചാബിനെയാണ്.